വെച്ചേ ബ്രോ. എടാ എനക്ക് അറിയില്ലായിരുന്നു ഇവന്റെ ആരാ ഇവള് എനക്ക് അറിയില്ലായിരുന്നു. അയ്യോ രൂപ 50 പൈസ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി നല്ല ഒരു സോങ് പാടി സ്റ്റാർട്ട് ചെയ്ത് കുറെ ആയില്ലേ. സോങ് എല്ലാം കുറച്ചായിട്ട് പാടാം. അവിടെ ഒരു 5 മിനിറ്റത്തേക്ക് ആരും സൂപ്പർ ചാറ്റ് ഇല്ല. വെയിറ്റ്, ഇവിടെ ഒരാള് വന്നിട്ടുണ്ട്. അയ്യോ ബ്രദർ, എന്തല്ല എന്ത് നീ എന്താ സമാധാനത്തിൽ വർത്താനം പറയും? നീ ഇത്ര ഭയങ്കര വെഗിളിയായിരുന്നല്ലേ രാവിലെ മുതല്. നീ വെഗിളി പിടിച്ചോല്ല. ഞാൻ തൂറായിരിക്കും വന്നിട്ട് ഞാനോട് പറഞ്ഞു ഓർമ്മ ബ്രോ ഇത് ശരിയല്ല ബ്രോ. അല്ല ഞാൻ പറഞ്ഞു ഞാൻ തൂറില്ലാന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഞാൻ ഒരു സാധനം അയച്ചെന്നില്ലല്ലോ, കേട്ടിട്ട് അത് കിട്ടീനാ? അല്ല ഞാൻ ഒരു സാധനം പൊട്ടിച്ചെന്നിന് കിട്ടീനാ? സാധനം റിസീവ് ആയിനാ? അല്ല ഞാൻ നേരത്തെ തൂറുമ്പോ ഞാൻ ഒരു സാധനം നിനക്ക് ഇട്ടന്നിന്, ഒരു ഓഡിയോ ഇട്ടന്നിന്. ഒന്നുമില്ല ഓക്കെ. സംഭവം നിനക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയാം. സംഭവം നിന്റെ ചെവിയിൽ അത് എത്തിയിന്. അടുത്ത ഞാൻ കുറച്ചതിന് ഇട്ടല്ലോ. ഓക്കെ, എല്ലാ ദിവസവും ഓരോന്ന് വെച്ച് പൊട്ടിച്ചേരാ. എന്താ പറയുന്നത്? ഡീലാണോ? ഹലോ യോ ബ്രദർ, അടി ഇവന് 249 റീചാർജ് ചെയ്ത് കൊടുത്താലോ? എന്തു പറയുന്നത്? അടി 249 റീചാർജ് ചെയ്ത് കൊടുത്താലോ? എടാ ആസിഫ, എടാ 249 റീചാർജ് ചെയ്തട്ടെ, കുറച്ച് ഫാസ്റ്റുള്ള ഇന്റർനെറ്റ് ആക്ക്. എടാ കേക്കാം. എടാ റീചാർജ് ചെയ്തട്ടെ, 249 റീചാർജ് ചെയ്തട്ടെ. എടാ എല്ലാം ഒരു കാര്യം ചെയ്യാം ആസിഫ്, ഒരു കാര്യം ചെയ്യാം. 29 റുപ്യന്റെ കാർഡ് ഉണ്ട്, അത് ചിരണ്ടിക്കോ. ഞാൻ അയച്ചു തരാം, അത് ചിരണ്ടിട്ട് റീചാർജ് ചെയ്തോ. കുറച്ച് സ്പീഡുള്ള നെറ്റ് ആക്കടാ. എടാ എന്താടാ, നമ്മക്ക് ഇച്ചിമുള്ളികളല്ലാടെ ഉള്ളൂ. നിങ്ങളെ പോലത്തെ വലിയ ആണോ? എടാ സോറി. എന്റെ ഫാൻസിൽ കുറച്ച് മെച്യൂരിറ്റി കുറവുണ്ട്. ഐ എം സോറി. നിനക്ക് അങ്ങനെ സൈബർ ബുള്ളി അനുഭവപ്പെട്ടില്ലെങ്കിൽ ഐ എം സോറി. അതിനെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലടാ. എടാ തെറി വിളിക്കണ്ട ആസിഫ, മര്യാദയ്ക്ക് അതിനോട് സംസാരിക്കുന്നത്. പൂരി മൈരി എന്നുള്ള വർത്താനം ഇവിടെ പറഞ്ഞ പുണ്ടച്ചി പോലെ തലയടിച്ച് പൊട്ടിക്കുക. പൂരി മൈര നാളെ എന്റെ വീട്ടിലേക്ക് വരും, മനസ്സിലാ? ഗ്യാങ്ങായിട്ട് വരും മൈര. എടാ മര്യാദയ്ക്ക് സംസാരിക്കുമ്പോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിക്കണം. പൂരി മൈര ഒന്ന് ഭർത്താനം ഇവിടെ പറഞ്ഞ് പറയണ്ട, കേട്ടാ? ഞാൻ മര്യാദയ്ക്ക് എന്നോട് സംസാരിക്കുന്നത്. എടാ നിനക്ക് ബട്ട് ഹേട്ടാന്ന് എനിക്ക് മനസ്സിലായി, നീ കുറച്ച് ഹേട്ടാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് സംസാരിക്കണം, എനിക്ക് അത്ര പറയണം. ഞാൻ നിന്നോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. ഓക്കെ, ലോജിക്കലായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ഓഫ് ചെയ്യാം. ഇതെന്താ 3GB ജാപ്പനീസ് ഫോൺ കാണുന്ന ഞാന്? ഇതെന്താ ജാപ്പനീസ് കുത്ത് കാണുന്ന പോലെ ഇല്ല നിന്നെ കാണാൻ? എനക്കൊന്ന് നിന്റെ മൂക്കാണ്. ശരിക്കും അല്ല ബോഡി ഷേമിങ് അല്ല, നിന്റെ ഇന്റർനെറ്റ് ഷോക്കാണ്, മനസ്സിലാ? മറ്റേ ജാപ്പനീസ് കുത്തില് ഇത് സെൻസർ ചെയ്ത പോലെ കാണുന്നത്. കറക്റ്റ് ഷേപ്പ് അല്ലടാ, കറക്റ്റ് ഷേപ്പ്. സോറി. എടാ എനിക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവ്, അതുകൊണ്ട് ഇപ്പൊ ഈ ടിൻഡുമാൻ കോമഡിയിലും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ എന്നാ വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. പറ, ലോജിക്കലായിട്ട് സംസാരിക്കാം. എടാ നീ ഇല്ലാത്ത ദാറ്റ് വാസ് എ ഗുഡ് വൺ. ഓക്കെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആ പറ. പെണ്ണിനെ വെച്ച് കമ്പയർ ചെയ്തല്ലോ, നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച്. മൈ മിസ്റ്റേക്ക്. ഓക്കെ എടാ ഞാൻ നിന്റെ മൊത്തം എടാ ഇത് നീ 2 ദിവസമായി നീ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ ഗൈസ് ഇവന്റെ ഒന്നിച്ചുണ്ടായ ആ പെണ്ണ് ഇവന്റെ ഗേൾ ഫ്രണ്ട് അല്ല. ഓക്കെ, ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഇവന്റെ അക്കൗണ്ട് ഫുള്ള് നോക്കിയപ്പോ ഒറ്റ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ ഒന്നിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒറ്റ ഫോട്ടോ ഉള്ളു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും. ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചാറ്റിൽ ചോദിച്ചപ്പോ എല്ലാരും യെസ് നോട്ട് സ്പാം ചെയ്ത്. പിന്നെ ഞാൻ എന്താ വിചാരിക്കണ്ടത്? അതെന്റെ മിസ്റ്റേക്ക് ആണ്. ഓക്കെ
ആ ചാറ്റില് യെസ് കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിന്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും. എടാ ഉറപ്പിച്ചില്ല, ഞാൻ കൺഫേം അല്ല, നമുക്ക് നോക്കാന്ന് പറഞ്ഞത്. എനിക്ക് സംശയം ഉണ്ടെന്ന് മാത്രം. അതിലൊരു ഹ്യൂമർ സെൻസിൽ എടുക്കണ തമാശടാ. ബോ എടാ പിന്നെ തന്തൊക്കെ വിളിച്ചാൽ കേട്ടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നോട് അത്രയും മാന്യമായിട്ട് ഞാൻ സംസാരിച്ചത്. എടാ നീ അവൻ കുണ്ടനാണെന്നാ എടാ കാര്യം. എടാ എനിക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പൊ അങ്ങനെ തന്നെ തോന്നടാ. കാര്യം പറയല, ഇത്ര സമയം ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ഇവന്റെ ക്യാരക്ടർ അല്ലാടാ. കാര്യം പറയാ, ക്യാരക്ടർ എല്ലാം സത്യം പറയല. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാരിറ്റി തരാം. ഓക്കെ, ഞാൻ നിന്റെ ഒന്നിച്ചാ പെണ്ണെ കണ്ടപ്പോ ഗേൾഫ്രണ്ട് ആണ് ഞാൻ സംശയിച്ച് ചാറ്റ് ചോദിച്ചപ്പോ യെസ് പറഞ്ഞു. ഓക്കെ, അത്ര വരെ ഞാൻ പറഞ്ഞു. അതിന് ശേഷം ലൈവ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നിന്റെ ഗേൾഫ്രണ്ട് അല്ല. കാരണം ഓളെ എനിക്ക് മുന്നേ പരിചയമുള്ള ആളാണ്. എനിക്ക് മറന്നു പോയതാണ്. എനിക്ക് കൊറേ, ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ, എടാ അതില് തമാശയാടാ. എടാ അവളെ ഞാൻ ഇങ്ങനെ എടുത്തേന്ന് പറഞ്ഞ ഇതെന്താ ഇത്? 1700 ഒരു പെണ്ണിനെ നമുക്ക് ഇഷ്ടപ്പെട്ട അങ്ങ് എടുത്തു കൊണ്ടുപോകാൻ. എടാ അതെല്ലാം ബ്രോ ക്ലിയർലി അതൊരു ഫണ്ണല്ലേ. ഒരു പെണ്ണിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് പോകാൻ. ഇതെന്താ? എന്ത് കാണിച്ച്? ഓളെ കണ്ട് ഞാൻ എന്ത് കാണിച്ച് ഒന്ന് പറഞ്ഞേ. എന്തൊരു മാതിരി നീ ബബ്ബാക്കല്ലേ, നീ പറ, നീ കാര്യം പറ. ഞാൻ ഓളെ കണ്ടിട്ട് എന്ത് കാണിച്ച്? ഒറ്റ സെക്സി എടാ ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല ആസിഫെ. നിങ്ങക്ക് പറയാനൊന്നും കിട്ടുന്നുണ്ടാവില്ല. നിങ്ങക്ക് ആൻസൈറ്റി ഉണ്ടാവും, നിങ്ങക്ക് പേടി ഉണ്ടാവും. നിങ്ങക്ക് പേടി ഉണ്ടെങ്കിൽ നീ കട്ടിന്റെ അടിയിൽ ഓടിക്കാം. അല്ലാണ്ട് ഞാൻ പറയാത്ത കാര്യം എടുത്തിടാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ സെക്സി എന്ന് പറഞ്ഞ ചാറ്റ് കഴിഞ്ഞ ലൈവ് എടുത്തിട്ട് നോക്ക്. ഞാൻ ആ പെണ്ണിനെ എപ്പോ സെക്സി എന്ന് പറഞ്ഞ ബ്രോ ഐ നോ ഹൗ ടു ട്രീറ്റ് എ വുമൺ. ഓക്കെ എടാ മൈര നീ ഇല്ലാത്ത വാക്ക് പറഞ്ഞു. സെക്സി എന്നുള്ളൊരു വേർഡ് ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടാവാനെന്ന് വീട്ടിൽ പോയിട്ട് വിളിച്ചാൽ മതി, കേട്ടില്ല? നീ കട്ടിന്റെ ഉള്ളിൽ ഒളിച്ചു വെക്കുമ്പോ നിന്റെ സൈഡിൽ നിന്റെ തന്ത ഉണ്ടായിട്ടില്ലേ, ഓനെ പോയിട്ട് വിളിച്ചാൽ മതി, കേട്ടാ? നീ എന്നെ പേടിച്ചിട്ട് ഞാൻ കോൾ ചെയ്തപ്പോ കട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിട്ടില്ല. അപ്പൊ സൈഡിൽ ഇരുന്നിട്ടുണ്ടാവും നിന്റെ തന്ത പട്ടി. അതാണ് ഞാൻ തെറി വിളിക്കാം. ആൾക്കാർക്ക് സഹായം ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി പറ, ആദ്യം മുതൽ പറ. സെക്ഷ്വലി അബ്യൂസാ? അതിന് നീ ആറാ അണീറോസാ? നിന്നെ സെക്ഷ്വലി അബ്യൂസ് ചെയ്യാൻ നീ ആര്? അണീറോസാ? അടി ഇവരെ നോക്കണേ, ഇവന്റെ മോഹം നോക്കടാ. കുതിരക്ക് മൂക്കിപ്പൊടി ഇട്ട പോലെ ഉണ്ട് നിന്നെ കാണാൻ. നിന്നെ സെക്ഷ്വലി അബ്യൂസ് ചെയ്യണ അവിടെ മുത്ത തമാശയാതല്ലോ. നിന്നെ കാണുമ്പോ കടിയേറിയവരെ അഭിനയിക്കുന്ന അവിടെ തമാശയാതെ. അല്ലാണ്ട് നിന്നോട് എനിക്ക് സെക്ഷ്വലി ഹെറോസ് ആയതല്ല. ഇത് ആറവൻ അയ്യേ അണീറോസാ നീ. എടാ പോടാ. ഇല്ല നീ സംസാരിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. നീ ഇല്ലാത്ത കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട്. ഞാൻ പെണ്ണിനെ സെക്സി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സെക്സി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ ആ പെണ്ണിനെ കണ്ട് എന്റെ ഓണസ്റ്റ് റിയാക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉള്ളത്. ഞാൻ മറന്നു, ഓളോട് ചാറ്റ് ചെയ്ത കാര്യങ്ങൾ മൊത്തം ഞാൻ മറന്നു. ഞാൻ ഓളെ ഫസ്റ്റ് അവിടെ കാണുമ്പോ എന്റെ ഓണസ്റ്റ് റിയാക്ഷൻ എടാ അടിപൊളി പെണ്ടടാ, സൂപ്പർ കൊച്ചടാ. അതിലെന്താ ഇതുള്ളത്? ഒരു ഭംഗിയുള്ള ഒരു കൊച്ചിനെ കണ്ട ഭംഗിയുണ്ടെന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഞാൻ ഓളെ കണ്ടപ്പം ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. എടാ അടിപൊളി പെങ്കൊച്ചു എന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റുള്ളത്? നീ എന്തായാലും സെക്സി എന്ന് പറഞ്ഞു. ഞാൻ സെക്സി എന്നുള്ള എടാ എനക്കറിയാം ഒരു പെണ്ണിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എനിക്കറിയാം ബ്രോ. ഐ റെസ്പെക്ട് വുമൺ. ഓക്കെ ബ്രോ, ഞാൻ പെണ്ണുങ്ങളെ അല്ല ബാഡായിട്ട് ഞാൻ റിയാക്ട് ചെയ്യലുണ്ട്. ഞാൻ ബാഡായിട്ട് ഗേൾസിനെ റിയാക്ട് ചെയ്യലുണ്ട്. അതും ഇതും കാണിച്ച് നടക്കുന്ന പെൺപിള്ളേരാ ഞാൻ ബാഡായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ ആ പെണ്ണ് നീ ഇപ്പൊ പറഞ്ഞ പെണ്ണ് സ്നേഹനല്ല എനിക്ക് അറിയുന്നത്. അവര് നല്ല പെങ്കൊച്ചാണ്. ഓളെ കുറിച്ചൊന്നും ഞാൻ ഒരു മോശവും പറഞ്ഞിട്ടില്ല. ഒരു മോശം ഞാൻ പറഞ്ഞിട്ടില്ല. എന്ത് എക്സ്പോസ്?
മനപ്പുറം നേരത്തെ ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് 2023 അയച്ച മെസ്സേജ് എങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ആവുന്നത്? നീ എന്താ ഇവരെന്താണ് ഇവര് ലോജിക്കില്ലടാ തലയില്. ബ്രോ ഒരു കൊല്ലം മുന്നേ കണ്ടതാ ബ്രോ. ഞാൻ ഒറ്റ കാര്യം പറ്റാ ആസിഫ, നീ സെലിബ്രിറ്റി ലൈഫിലേക്ക് ആദ്യമായിക്കൊണ്ട് നിനക്ക് അറിയില്ലായിരിക്കും. എനിക്ക് ഡെയിലി ഒരു 100 പെമ്പിള്ളേർ എനിക്ക് മെസ്സേജ് അയക്കും. ഈ 2023 ഓള് മെസ്സേജ് അയച്ചത് ഞാൻ ഇന്നെങ്ങനെടാ ഓർത്തിക്കുക. നീ എന്താ മണ്ടത്തരം പറയുന്നത്? നീ സെലിബ്രിറ്റിയാ അതറിയില്ലേ? എടാ നീ എന്നെ ലൈവില് വന്നു, നീ എന്നെ സെലിബ്രിറ്റിയാ. നിന്റെ ആഗ്രഹം നടന്നില്ലേ? നിന്റെ ആഗ്രഹം നടന്നല്ലോ, എനക്ക് അത് മതി. എനക്ക് മതിയാ പൊന്നുമോനെ, നിന്റെ ആഗ്രഹം നടന്നില്ല, അത് മതിയാ പൊന്നുമോനെ. ആ എന്ത് ഗേ എന്ന് പറഞ്ഞ എടാ ഗേ ആണോന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു നിന്നെ കണ്ടപ്പോ, നിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പം. എടാ നീ നിന്റെ റീൽസിൽ നീ 3 ദിവസം എഴുതി ഉണ്ടാക്കിയ സ്ക്രിപ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ വന്നിട്ട് പറയല്ലേ? നീ ഇവിടെ സ്പോട്ട് ഇത് ലൈവാ നീ റീൽസിൽ പറഞ്ഞ കാര്യം ഇവിടെ വന്നിട്ട് പറയല്ലേ? പറഞ്ഞല്ലോ പറഞ്ഞോട് നിനക്ക് കടന്നു തരാൻ ഞാനും പറഞ്ഞല്ലോ പറഞ്ഞു കൊടുക്ക. കടന്നു തരാൻ നീ എന്താ ഇടവേള വാങ്ങുവോ? എല്ലാരും ചിരിക്കോ? മൊള്ളയാടാ ആണെങ്കിൽ നീ ആണോ അല്ലല്ലോ, പിന്നെന്തിനാ നീ വിഷമിക്കുന്നേ? ഓക്കെ എന്നിട്ട് നീ ഗേ ആണെങ്കിൽ 1 മീറ്റർ അകലത്തിൽ മാറിക്കണമെന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ കണ്ടിട്ട് നീ എന്തോ ചെയ്യുന്ന മാസ്റ്റർബേറ്റ് ചെയ്യാൻ നോക്കിയതാ? ഞാൻ അങ്ങനെ ചെയ്താ അറിയാണ്ടായിപ്പോയതാ. എടാ ഞാൻ സത്യം പറയട്ടെ, നീ ഒരു ആറ്റം ചരക്കാം ആസിഫ്, നീ ഒരു ആറ്റം ചരക്കാം. നിന്നെ കണ്ട ആർക്കും കമ്പിയോ? സത്യം പറയാൻ ആസിഫ്, അതുകൊണ്ട് നോക്കിയത്. എടാ തെറി വേണ്ട, തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാൻ നോക്ക. തെറി വേണ്ട, പട്ടിപ്പൂറി മോനെ തലക്ക് കാണിക്കും മൈര. എടാ എന്റെ പിള്ളേരെ പറ. ഇവന്റെ പുരക്കേക്ക് പോയാലോ? എടാ ഒരു IR ഇട്ടിട്ട് ഇവന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലോ? എടുത്തിട്ട് കുടഞ്ഞാലോ? ചാറ്റ് എന്ന് പറഞ്ഞേ. എടാ ചാറ്റ് പറ